വിമർശനവുമായി രംഗത്ത് വന്ന റിനി ആൻഡ് ജോർജ് CPM വേദിയിലെത്തിയത്. റിനിയെ CPM-ലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെ വലിയ സൈബർ അധിക്ഷേപമാണ് റിനി നേരിട്ടത്. പിന്നാലെ അത്തരം വേദികളിൽ സധൈര്യം ഇനിയും പോകുമെന്ന് തുറന്നു പറഞ്ഞു റിനി. തന്നെ പ്രകോപിപ്പിച്ചാൽ പലതും ഇനിയും തുറന്നു പറയുമെന്നും റിനിയുടെ മുന്നറിയിപ്പ് വന്നു. എൻ്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയ നിലപാട് അത് ഏത് വേദിയിലാണെങ്കിലും ഇനിയും അത് തുടർന്ന് സംസാരിക്കും. ഏത് സംഘടനയാണെങ്കിലും ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അങ്ങനെ ഒരു പരിപാടിയിൽ ക്ഷണിച്ചാൽ അത് ഏത് പാർട്ടിയാണെങ്കിലും അതിൻ്റെ ഭാഗമായി ഞാൻ സംസാരിക്കുകയും ചെയ്യും. അതിന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല, അങ്ങനെ ഒരു ഉദ്ദേശവും എനിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത്. മാധ്യമങ്ങളിൽ സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനായി വരുന്ന രാഹുൽ ഈശ്വർ ഇതിന് പിന്നാലെ സ്വന്തം സമൂഹ മാധ്യമ അക്കൗണ്ടിൽ 3 വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തു. ആദ്യത്തെ വീഡിയോയുടെ തലക്കെട്ട് ഇതാണ്: റിനി CPM-ലേക്ക്, ഇനി സരിതയും CPM-ൽ ചേരുമോ? അയ്യോ റിനി, ഇങ്ങനെ ഒന്നും വെളിപ്പെടുത്തരുതേ, എന്നെ ഒന്നും ചെയ്യരുതേ. റിനിയുടെ വെളിപ്പെടുത്തൽ കേട്ട് കേരളം ഞെട്ടും. ദൈവത്തെ ഓർത്ത് പ്ലീസ് വെളിപ്പെടുത്തരുതേ എന്ന് പറയുന്ന പാവാട ആണുങ്ങളെ നീ കണ്ടു കാണും. നല്ല ആണുങ്ങളെ കാണാത്തത് കൊണ്ടാണ് നീ ഇത്തരത്തിലുള്ള ഭീഷണി എടുക്കുന്നത്. വീട്ടിൽ വെച്ചാൽ മതി. റിനിയോട് കൃത്യമായ മറുപടി പറയാനുള്ളത്, റിനി ഇന്നൊരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ ആൾക്കാർ താങ്ങില്ലെന്നും അടുത്തൊരു വാക്ക് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പറയുന്നില്ല. എന്റെ മാന്യതയും മര്യാദയും കാരണം പറയുന്നില്ല. റിനി, നിന്റെ ഈ ഊച്ചാളി ഭീഷണി ഉണ്ടല്ലോ, നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. നീ അങ്ങനത്തെ ഉള്ളവരെ കണ്ടായിരിക്കും വളർന്നത്. അതുകൊണ്ടാണ് നീ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത്. രണ്ടാമത്തെ വീഡിയോയുടെ തലക്കെട്ട് റിനിയുടെ ബ്ലാക്ക് മെയിൽ ആയിരുന്നു. CPM ദേവസ്വം ബോർഡിന്റെ സ്വർണ്ണ മോഷണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം. വരും ദിവസങ്ങളിൽ റിനി ഇനിയും ധാരാളം വ്യാജ പ്രചരണങ്ങളുമായിട്ട് വരും. ഇന്നലെ യഥാർത്ഥത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് എനിക്കത് കത്തിയത്. നമുക്ക് റിനിയുടെ കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടി വരുമല്ലോ, മറ്റേ കാര്യത്തിൽ നിന്ന് ഫോക്കസ് പോകുമല്ലോ. ഓർക്കുക, ഫോക്കസ് ഒരൊറ്റ വിഷയത്തിലാണ്. CPM-ന്റെ ബോർഡ് ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റി 2019, അതായത് അയ്യപ്പന്റെ ദ്വാരപാലകരുടെ മുകളിൽ പൊതിഞ്ഞിരുന്ന സ്വർണം ക്ലാഡ് ചെയ്ത ചെമ്പ് 42.5 കിലോഗ്രാം കാണുന്നില്ല. ഈ ഒറിജിനൽ സാധനം മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് വെച്ചിരിക്കുന്നത്. അത് മാത്രമാണ് ചോദ്യം. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ റിനിയെ ഉപയോഗിക്കുന്ന ചില ആൾക്കാർ കാണും. റിനി ഇന്നലെ വന്ന് ഒരു പകുതിയായിട്ട് ഒരു ഷൂട്ട് ചെയ്തിട്ട് പോയി. എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ വരും ദിവസങ്ങളിൽ വലിയ സാധനം വരുമെന്ന്. റിനി, ഈ നമ്പറുകൾ കൊണ്ട് ഒന്നും CPM-നെ രക്ഷിക്കാൻ കഴിയും? ആദ്യഘട്ടം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട് രാഹുൽ ഈശ്വർ. പാർട്ടി കൈവിട്ടപ്പോൾ പോലും രാഹുലിനെ കൈവിട്ടിരുന്നില്ല. ഷാഫി പോലും ഇത്രയും ചേർത്ത് പിടിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ്. പാരസെറ്റമോൾ കഴിച്ചിറങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കേരളം അറിഞ്ഞത് രാഹുൽ ഈശ്വറിന്റെ വീഡിയോയിലൂടെയായിരുന്നു. കുറെ പ്രശ്നങ്ങളുണ്ട്, ഒരു പ്രത്യേക പരിപാടി അതിന് തന്നെ വേണ്ടിവരും. പക്ഷേ കുറച്ച് ചോദ്യങ്ങൾ രാഹുൽ ഈശ്വറിനോട് ചോദിക്കേണ്ടതുണ്ട്. ഒന്ന്, റിനി CPM-ൽ ചേർന്നാൽ എന്താണ് പ്രശ്നം? ആർക്കാണ് പ്രശ്നം? 2, എന്തുകൊണ്ടാണ് റിനിക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിളിച്ച് പറയാത്തത്? ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയം വേണ്ടല്ലോ അതിന്. 3, പൊതുസമൂഹത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരം ലൈംഗിക അധിക്ഷേപ ആരോപണം ഉന്നയിച്ചിട്ടും എന്റെ നല്ല സുഹൃത്താണ് എന്ന് ആവർത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും?